ശ്രീജയുടെ മരണത്തിലെ ആരോപണങ്ങൾ തള്ളുകയാണ് ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ്. പണം ലഭിക്കാനുള്ള ആളുകളാണ് CPM പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. വിഷയത്തെ CPM രാഷ്ട്രീയമായി എടുത്തിട്ടില്ലെന്നും വിജു മോഹൻ മീഡിയ വണ്ണോട് പറഞ്ഞു. കാരണം ഇന്നലെ അവിടെ പങ്കെടുത്തിട്ടുള്ള ആളുകളിൽ കൂടുതൽ പേരും ഈ പൈസ കിട്ടാനുള്ളവരാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വരില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നേതൃത്വം കൊടുത്തു എന്ന് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇത് ഈ ആളുകളെല്ലാം തന്നെ അവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടുന്നുള്ള ഒരു നടപടിയിൽ പോകാൻ, ഇത് കൊടുത്തില്ലെങ്കിൽ അത് മോശമാണ് എന്ന് ആ പാർട്ടിയുടെ അടുത്ത് ഒരു അറിയിപ്പ് കൊടുക്കുകയാണ് അതിൽ ഞാൻ മനസ്സിലാക്കിയത്. അവിടെ ശരിക്കും പറഞ്ഞാൽ വളരെ ലഘുവായിട്ട്, വലിയ നിങ്ങളത് ഒന്ന് പരിശോധിക്കുമ്പോൾ അറിയാം, ലഘുവായിട്ട് ഈ വിഷയത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന സ്ഥിതി മാത്രമാണ് ഉണ്ടായത്. അത് വളരെ പരിമിതമായിട്ടുള്ള സ്ഥിതി. വേറെ മോശപ്പെട്ട പദങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഞങ്ങൾക്ക് ശരിക്കും നമ്മുടെ ശ്രീജ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കേസാണ് സംഭവിച്ചു പോയെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഈ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഇപ്പോഴും ആശങ്കയിലാണ്. ഇനി അതിലേതെങ്കിലും ആളുകൾ എന്തെങ്കിലും കാണിക്കുമെന്നുണ്ട് ഭയം. സഫ്വാൻ VP കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സഫ്വാൻ, ഇക്കാര്യത്തിൽ ഇതുവരെ സംഭവിച്ചത് എന്താണ്? ഇതിൽ വരുന്ന രാഷ്ട്രീയ ആക്ഷേപം എന്തൊക്കെയാണ്? നിഷാദ്, ശ്രീജയുടെ മരണത്തിൽ ഗുരുതര ആരോപണമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന പ്രതിഷേധത്തിൽ വലിയ അധിക്ഷേപമുണ്ടായിരുന്നെന്നും ഇതിൻ്റെ മനോവിഷയത്തിനാണ് ശ്രീജ ആത്മഹത്യ ചെയ്തതെന്നാണ് ഭർത്താവ് അടക്കമുള്ള ആളുകൾ ആരോപിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ആശുപത്രിയിൽ വലിയ പ്രതിഷേധം നടക്കുകയും ചെയ്തു. സ്റ്റീഫൻ MLA അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തടയുകയാണ് ചെയ്തത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ വാർഡ് മെമ്പറായ ശ്രീരാഗ് മീഡിയ വണ്ണിനോടൊപ്പം ചേരുന്നു. ഈ മരണത്തിൽ നിങ്ങൾ വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ ആരോപണത്തിലുപരി ഒരു പഞ്ചായത്ത് അംഗം എൻ്റെ ഒരു സഹപ്രവർത്തക എന്നതിലുപരി എൻ്റെ ഒരു അമ്മയെ പോലെയാണ്. കാരണം പാർട്ടി പരിപാടികളിലായാലും മറ്റ് പഞ്ചായത്തിൻ്റെ പരിപാടികളിലായാലും എന്നോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നതും. എൻ്റെ ഒരു അമ്മയെ പോലെയുള്ള ഒരു മെമ്പറാണ്. ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇത് പാർട്ടിപരമായിട്ടുള്ള പ്രശ്നമോ പഞ്ചായത്ത് പരമായിട്ടുള്ള അഴിമതിയോ ഒന്നുമല്ല. വ്യക്തിപരമായ കുറച്ച് പണം വാങ്ങിയതിൻ്റെ പേരിലുള്ള ഒരു ആക്ഷേപവും പ്രശ്നങ്ങളും നിലനിൽക്കെ ഒരു കഴിഞ്ഞ മാസത്തിൽ ഒരു ആത്മഹത്യാ ശ്രമം നടത്തുകയും അതേ തുടർന്ന് അവരെ നമ്മൾ പിന്മാറ്റുകയും പാർട്ടി ഇടപെട്ട് ആ പൈസകൾ വാങ്ങിച്ചവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള നടപടികളിലൂടെ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനോടക്കം സംസാരിച്ചു. അവർ പറയുന്നത് ഇന്നലെ നടക്കുന്ന പ്രതിഷേധം അടക്കം സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഷേധമായിരുന്നു. ഈ പൈസ കിട്ടാനുള്ള ആളുകളായിരുന്നു പ്രതിഷേധത്തിന് പങ്കെടുത്തത്. CPM അതിന് നേതൃത്വം കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നും അതിനുള്ള മറുപടി ഒരിക്കലുമല്ല. ഇത് കൃത്യമായി പാർട്ടി അറിഞ്ഞുകൊണ്ട്, കാരണം 30-ാം തീയതിയോളം എല്ലാ പേർക്കും പൈസ കൊടുത്ത് തീർക്കും എന്നുള്ളത് വ്യക്തമായ ഉറപ്പായിരുന്നു. കാരണം അവരെല്ലാ KSF-ലെ ലോണിന് വേണ്ടി എല്ലാം കൊടുത്തു. 30-ാം തീയതിയോടെ എല്ലാവർക്കും പൈസ കൊടുക്കുമെന്ന് അവരെല്ലാവരെയും വിളിച്ചറിയിച്ചതാണ്. 30-ാം തീയതിയോടെ അവർ സജീവമായി മറ്റു പ്രവർത്തനങ്ങളിൽ ഇറങ്ങുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഒരു 4 ദിവസം മുമ്പ്, വളരെ പെട്ടെന്നൊരു 4 ദിവസം മുമ്പ് ഇവർ ഒരു പരിപാടി പ്ലാൻ ചെയ്യുകയും ഇവർക്കെതിരെ വ്യക്തിഗത ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററും ഫ്ലെക്സുകളെല്ലാം എല്ലായിടത്തും വയ്ക്കുകയും ചെയ്തതാണ്. ഇതിൽ ഇന്നലെ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത ഒരാൾക്ക് പോലും ശ്രീജ ഉമർ പൈസ കൊടുക്കാനില്ല. പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരാൾ പോലും പരിപാടിക്ക് വന്നിട്ടില്ല. അവരെല്ലാം നേതൃത്വം കൊടുത്തത് കൃത്യമായി ആ പോസ്റ്ററിൽ തന്നെ ഉണ്ട്. ആര്യനാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം നടന്നതും അവർ തന്നെയാണ് പങ്കെടുത്തത്. അതിൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ഇന്നലെ വരെ വളരെ സജീവമായിട്ട്, ഇന്നലെ വരെ കഴിഞ്ഞ ആഴ്ചകൾ കൊണ്ട് കുറച്ചൊന്ന് റിക്കവറായി എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെടുകയും ഈവൻ പഞ്ചായത്തിലെ ലീവ് ലെറ്റർ ഒരു 3 മാസത്തേക്കുള്ള ലീവ് ലെറ്ററിന് അപേക്ഷ കൊടുത്ത് അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ മെനഞ്ഞാന്ന് മെഡിക്കൽ കോളേജിൽ പോയി മേടിച്ചിട്ട് വന്ന ആളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങൾ പറയുന്നത് ശ്രീജ CPM-ന്റെ വാർഡ് പിടിച്ചെടുത്ത ഒരാളാണ്, വലിയ ജനസമ്മതിയുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഒരാളെ CPM രാഷ്ട്രീയമായി ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ആരോപണം കൂടി പറയുന്നു. അതിന്റെ കാരണം? അതെ, ഉറപ്പാണ്. കാരണം കോട്ടയ്ക്കകം പോലുള്ള ഒരു വാർഡ് CPM-ന്റെ കുത്തക വാർഡായിരുന്നു. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 350-ൽ പരം വോട്ടിന് ശ്രീജ ഉമർ വിജയിക്കുകയും ഒരു ജനസമ്മതമായി എവിടെ നിർത്തിയാലും വിജയിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ രാഷ്ട്രീയപരമായി അവരെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലാണ് അവർ ഇന്നലത്തെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തതും. ഇന്നലെ അതിൽ വ്യക്തിപരമായിട്ട് കൃത്യമായ ഒരു ആക്ഷേപം തന്നെ അവർക്കെതിരെ ഉന്നയിക്കുകയും, ഞാൻ അമ്മയെപ്പോലെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വാഹനത്തിൽ കൊണ്ടുപോകുന്നു എന്നുള്ള കാരണം കൊണ്ട് ഇന്നലത്തെ പ്രോഗ്രാമിൽ എന്നെ കൂടി വലിച്ചഴിച്ചാണ് അവർ ഇന്നലെ പ്രോഗ്രാം നടത്തിയത്. അപ്പോൾ അവരൊരു വ്യക്തിപരമായി അവർക്ക് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം അവർ കൃത്യമായി എല്ലാ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങാമെന്നിരിക്കെ
ഇന്നലെ രാത്രി കൊണ്ട് അവരുടെ മനസ്സ് ഇന്നലെ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ഭയങ്കരമായ വിഷമത്തിലും കരച്ചിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ രാവിലെ അവരത് ചെയ്തത്. ഈ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയായിരുന്നു. എത്രത്തോളം സാമ്പത്തിക ബാധ്യതയിൽ ദുരൂഹതയുണ്ടൊക്കെ എന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഇത്രയും ആളുകൾക്ക് പൈസയും കിട്ടാനുള്ളത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് എന്താ? പൈസ കിട്ടാനുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ ഏത് രീതിയിലാണ് ഈ പൈസ ചെലവാക്കിയതിനെ കുറിച്ചൊന്നും അറിയില്ല. മക്കളുടെ കല്യാണം, ഭർത്താവിൻ്റെ ആശുപത്രി ചെലവുമായിട്ട് കുറേ പൈസ അതിനുവേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലാണ് ഈ സാമ്പത്തികം ഇവരെന്ന് വാങ്ങിച്ചതിനെ കുറിച്ചൊന്നും അറിയില്ല. ഈ ഒരു കഴിഞ്ഞ മാസത്തോടെയാണ് ഇത്ര പൈസ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊടുക്കാനുണ്ട് എന്നുള്ളൊരു സാധനം പുറത്തോട്ട് വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് പലിശയ്ക്കാണ് എല്ലാവരും വാങ്ങിച്ചത്. ഇത് ഒരു തട്ടിപ്പിൻ്റെ ഒരു ഭാഗത്തായിട്ടല്ല, അവരുടെ ആവശ്യത്തിന് അവർ പേഴ്സണലായിട്ട് വാങ്ങിച്ച പൈസയാണ്. അല്ലാതെ ഇത് പഞ്ചായത്തിൻ്റെ ഒരു തട്ടിപ്പ്. ഈ പറയുന്ന ആരാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീയിൽ ഏകദേശം 25 ലക്ഷം രൂപ ഒരു തട്ടിപ്പ് നടത്തിയ ഒരു പഞ്ചായത്താണ്. ഇവിടെ ഒരു ബാങ്ക് ഭരണസമിതി ഏകദേശം കോടികളോടെ 15 കോടിയോടെ അധികം തട്ടിപ്പ് നടത്തിയവരാണ്. അപ്പോൾ അതിനെല്ലാം രാഷ്ട്രീയപരമായി എതിരിടുന്നതിന് പകരം ഇതൊരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലോട്ടാണ് അവർ ഇന്നലെ ഈ പരിപാടി നടത്തിയത്. അതിൽ മണന്നൊന്നാണ് മെമ്പർ ആത്മഹത്യയെ ശ്രമിച്ചത്. പക്ഷെ അത് തന്നെയാണ് കോൺഗ്രസിന്റെ ആരോപണം. വ്യക്തിപരമായി ഈ ഒരു വിഷയത്തെ ശ്രീജയെ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്.